നമ്മുടെ ബിഗ് ബോസിനും അതിലെ ടീം അംഗങ്ങൾക്കും വലിയൊരു അബദ്ധം പറ്റിയേക്കാണ് ഈ പ്രാവശ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധിയെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത് എല്ലാവരും വിചാരിച്ചു, എല്ലാവരും എന്നല്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വിചാരിച്ചു രേണു സുധി ബിഗ് ബോസിൽ വന്നാൽ കപ്പടിക്കുമെന്നും ഭയങ്കര ഒരു സംഭവമായിരിക്കുമെന്നും അവർ ഭയങ്കര റീച്ച് ഉണ്ടാക്കി കൊടുക്കുമെന്നും ഒക്കെ ആയിരുന്നു. ജനങ്ങളുടെ എന്തോ ഒരു എന്താണെന്നറിയത്തില്ല, അവരുടെ ഒരു കുടില ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഒരു 50% ആൾക്കാർക്കും അറിയാമായിരുന്നു രേണു സുധിക്ക് ഒരിക്കലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതങ്ങനെ അതായത് അവർ ഇന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന ഒരു 6-7 മാസമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, അപ്പോൾ അവർക്ക് എന്തുമാത്രം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ പറ്റും. പിന്നെ എന്തും സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തും പറയാം, എന്തും കേൾക്കാം, എനിക്ക് റീച്ച് മതി, എന്ത് നെഗറ്റീവ് വന്നാൽ എന്താ, എനിക്കൊരു കുഴപ്പമില്ല, അതെൻ്റെ ശരീരത്തെ എൻ്റെ രോമത്തെ തൊടുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ഫാമിലിയാണ് രേണു സുധിയൊക്കെ. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തവരാന്ന് പറഞ്ഞാലും അവരെ രണ്ട് ചീത്ത പറയുന്നതൊന്നും രേണു സുധിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് അവരെ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ശരിക്കും ആരാണ് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ശാഠ്യം പിടിക്കുകയാണ്. അവർ മാനസികമായും ശാരീരികമായും ഫിറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ രേണു സുധി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ? എൻ്റെ അഭിപ്രായത്തിൽ അവർ തീർച്ചയായിട്ടും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ രേണു സുധിക്ക് ഇതൊന്നും പറ്റില്ല. അതായത് അതൊരു സാധാരണ പെൺകുട്ടിയാണ്. ഇതിനു മുന്നേ സിനിമയിലോ സീരിയലിലോ ഒന്നും അവർ അഭിനയിച്ചിട്ടൊന്നുമില്ല. അവരുടെ കുഞ്ഞിനെ നോക്കി അവരുടെ വീടുകളിൽ, അവരുടെ സ്വന്തം വീട്ടിൽ 2 വർഷം മുന്നേ അവർ കഴിഞ്ഞതാണ്. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് സംഭവങ്ങൾ കാരണം അവർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നേരിട്ടതിന് ശേഷം പിടിച്ചു നിൽക്കുക വലിയ തൻ്റെടമുള്ള ആളുകളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം രേണു സുധി അവരുടെ ക്യാരക്ടറാണ് അവരെ ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിർത്തിയെന്ന് പറയാം. അവരുടെ വീട്ടുകാരുടെയും ക്യാരക്ടർ മാത്രമാണ് അവരെ ഇവിടെ നിലനിർത്തിയത്. അതായത് അവർക്ക് വായി തോന്നുന്നത് പറയാനും, അതുപോലെ തന്നെ അവർക്ക് എന്താണ് നാണക്കേട്, എന്താണ് മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും, മറ്റുള്ളവരോട് എങ്ങനെ നന്ദി കാണിക്കണമെന്നും, എങ്ങനെ കടപ്പാടുണ്ടായിരിക്കണമെന്നും, മറ്റുള്ളവരെ അവരധികം അങ്ങോട്ട് എന്താ പറയുക, അവരുടെ ജീവിതത്തിലേക്ക് അവരെ ഓർക്കാത്ത വ്യക്തികളാണ് അവരെ. അന്നേരം കാണുന്നവരെ അപ്പ കിപ്പ എന്നൊക്കെ അവർ വിളിച്ചു പോകുന്ന ഒരു പ്രകൃതമാണ് അവരുടെ ഇത്ര നാളത്തെ സംസാരത്തിൽ നിന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി വന്നിട്ട് നിമിഷ നേരം കൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയ ഒരു വ്യക്തിയാണ് അവർ, അല്ലേ? അവരുടെ ഡാൻസൊക്കെ ആദ്യമൊന്നും ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ഈ കോപ്രായങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇത്രയും ആളുകൾ ഇരച്ചു കയറി ഇത് കണ്ടത്. അപ്പോൾ അത് മില്യൺ വ്യൂസൊക്കെ വന്നപ്പോൾ അത് അത്രയും വലിയ ഒരു സംഭവമായിട്ട് എല്ലാവരും വിചാരിച്ചു. പിന്നീട് അവർ ഒരു ആൽബംസ്, ഷോർട്ട് ഫിലിംസ്, അല്ലെ ചെറിയ പാട്ടുകളെ, വെബ് സീരീസ് ഇതൊക്കെ അവർ ചെയ്തു. അങ്ങനെ അവർ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നാൽ അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഒരു മൊബൈലിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മൊബൈലിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമല്ലേലും ഇഷ്ടപ്പെട്ടാലും ചുമ്മാ ആൾക്കാർ കാണും. അപ്പോൾ അതിന് വ്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് തുച്ഛമായ പൈസയെ കിട്ടുന്നുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ ഈ ബിഗ് ബോസ് എന്നൊരു പരിപാടിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അവരൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവിടെ പെട്ടുപോയി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കയ്യിൽ മൊബൈലില്ല, മറ്റു കോൺവെർസേഷനോ, ഇപ്പോൾ അവരുടെ മുന്നിൽ വേറൊരു മാർഗവുമില്ല. അവിടെയുള്ള കുറേ കണ്ടസ്റ്റൻസുമായിട്ട് അവർക്ക് ഇടപെടാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് ടാസ്ക് കാര്യങ്ങളെ, നമ്മുടെ മൈൻഡ് ഗെയിമാണ്, ഇൻ്റലിജൻസ് ഉപയോഗിക്കണം, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്താൽ മാത്രമേ അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. സോഷ്യൽ മീഡിയയിൽ എന്താ പറയുന്നത്,
ചുമ്മാ കുറേ അവരുടെ മുന്നിൽ അവരേത് ആൽബത്തിലൊക്കെ അഭിനയിക്കാൻ പോയാലും എവിടെ പോയാലും എന്താണ് അവരുടെ കുറച്ച് അവരഭിനയിക്കുന്ന ഇപ്പോൾ ഒരു ആൽബം ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അവർ ഷോർട്സ് ആക്കി ഇടുന്നു. അതിലവർക്ക് വ്യൂവേഴ്സിനെ കിട്ടുന്നു. അവിടെ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ ത്രൂ ഔട്ട് അവരെ ഇങ്ങനെ അവരോടുമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവർ ഉത്തരവും കിട്ടും. അതിങ്ങനെ അവർക്കതൊരു വലിയൊരു ഹോബിയായിട്ട് അവരിങ്ങനെ കൊണ്ട് നടന്ന് അതിങ്ങനെ മൊബൈലിൽ വന്ന് അതിനെല്ലാം അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അവരത് മാക്സിമം എൻജോയ് ചെയ്തത്. അതിനകത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ല. കാരണം അവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഫുഡ് കിട്ടും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കാം, വീട്ടിൽ ഫോൺ വിളിക്കാം, കുട്ടീനെ വീഡിയോ കോൾ കൂടെ കാണാൻ പറ്റുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റും വേറെ മറ്റുള്ള ആൾക്കാരുണ്ട്, അവരുടേതായ ആൾക്കാരുമായിട്ടൊരു സംഭാഷണം നടത്താൻ പറ്റും. അങ്ങനെ അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബോറടിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് തോന്നത്തുമില്ല. പിന്നെ അവരുടെ ഹെൽത്തൊക്കെ പുറത്തൊക്കെ ആകുമ്പോൾ ഇഷ്ടമുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഹെൽത്ത് മാനേജ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ, അതായത് ശരിക്കും രേണു സുധിയെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത് ഈ ബിഗ് ബോസ് ടീമിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. കാരണം അവർ ചിന്തിച്ചത് എന്താണ്, രേണു സുധിയെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യൂവേഴ്സിനെ കിട്ടുകയും അതുവഴി ബിഗ് ബോസ് ഒരു വലിയ സംഭവമായി മാറുമെന്നൊക്കെയുള്ള കൺസെപ്റ്റിലായിരിക്കും അവരെ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു രേണു സുധിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും രേണു സുധി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്നും. അതിനുള്ള എന്ത് മാനദണ്ഡം യോഗ്യത രേണു സുധിക്കുണ്ട്. കാരണം രേണു സുധി ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ജസ്റ്റ് വന്നു ഇവിടുത്തെ അവർ കൂടുതലും എങ്ങനെ റീച്ചായത്, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് മൊത്തം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് സുധിയനെ വെച്ച് സുധിയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരുടെ മറ്റു കാര്യങ്ങളും പറഞ്ഞാണ് അവർക്ക് റീച്ച് കിട്ടുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ബോറായി, അങ്ങനെ അവർക്ക് വ്യൂവേഴ്സ് കുറയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതല്ലാതെ അവരതിനകത്ത് അവർ കുറച്ച് 2-3 ഡാൻസും അല്ലെങ്കിൽ കുറച്ച് ആൽബംസും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് സാധാരണ ഏതൊരു വ്യക്തി ഇതൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ലോകത്തെ നമ്മുടെ പല കുട്ടികളും ഡാൻസും ഒന്നും പഠിക്കാതാണ് ഡാൻസ് ചെയ്യുന്നത്. എന്താണ്, ഇന്ന് മീഡിയാസിലൂടെ എല്ലാ ഡാൻസും കണ്ടും എല്ലാം പഠിക്കാനുള്ള അവസരങ്ങളുള്ളതുകൊണ്ട് അത് പഠിക്കുന്നു, കാണിക്കുന്നു. ഒരു പാട്ട് പാടാവുക എന്ന് പറഞ്ഞാൽ മിക്കവരും പാട്ട് പാടുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ബാത്റൂം സിംഗേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പം നമുക്ക് അതിനെ പുതിയൊരു സംഭവമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം രേണു സുധി പണ്ടും ഡാൻസ് പഠിപ്പിക്കുമായിരുന്നാണ് പറഞ്ഞു കേട്ടത്. അവർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരുന്നെന്നും അവർക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമായിരുന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കിങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് അവർക്കിങ്ങനെ പോയാൽ മതി. പിന്നെ ഏറ്റവും കൂടുതൽ അവർ ചെയ്തൊരു പരിപാടി എന്തായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാമോ? ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് 2,500 രൂപ വെച്ച് അങ്ങോട്ട് മേടിക്കുമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരു 10, 20, 30 ഇൻ്റർവ്യൂ കൊടുത്തു കഴിയുമ്പോഴേക്ക് അറ്റ്ലീസ്റ്റ് ജീവിക്കാനുള്ള വകയായല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ തുടരാം എന്നാണ് ഇവർ വിചാരിച്ചാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് ഇല്ല, ഒന്നുമില്ല. സ്വയം കണ്ടന്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് ടാസ്കുകൾ ചെയ്ത് അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണം അല്ലേ. പിന്നെ അവിടുത്തെ പല കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ പോലെ ഒന്നുമല്ല, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയ പേഴ്സൺസിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിലെ നമുക്കാരും അവിടെ ആക്റ്റീവായിട്ട് കളിക്കുന്ന വ്യക്തി ഉണ്ടെന്ന് പറയാൻ വളരെ ചുരുക്കമാണ്. ഈ പ്രാവശ്യത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു തെറ്റായ സെലക്ഷനായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആരെ അവിടെ കാണുന്നില്ല. എല്ലാവരും ചുമ്മാ ഇങ്ങനെ എന്തൊക്കെ കാണിച്ചു കൂട്ടും നല്ല ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും പറയാനില്ല. ഭയങ്കര ബോറായ ഒരു സീസണാണ്. ഇത്രയും ബോറായ സീസൺ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല.